ഹലോ എവരി നിങ്ങളെ ഒരു വേൾഡ് ക്ലാസ് റിസർച്ചർ ആക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കണം എന്നുള്ളത് നിങ്ങളുടെ സ്വപ്നമാണോ? ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിയേണ്ട ഒരു കോളേജാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, നൈസർ. ആൻഡ് നൈസറിലേക്ക് എത്താനുള്ള വഴിയാണ് നാഷണൽ എൻട്രൻസ് സ്ക്രീനിങ് ടെസ്റ്റ്, നെസ്റ്റ് എക്സാം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നൈസറിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ്. നൈസറിലേക്കുള്ള അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം, അതുപോലെ നെസ്റ്റ് എക്സാമിന്റെ ഡീറ്റെയിൽസ്, അഡ്മിഷൻ, എലിജിബിലിറ്റി തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യും. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നാഷണൽ എൻട്രൻസ് സ്ക്രീനിങ് ടെസ്റ്റ്, നെസ്റ്റ് എക്സാം വഴിയാണ് നൈസറിലേക്കുള്ള അഡ്മിഷൻ. ഈ പരീക്ഷയിലൂടെ ഭുവനേശ്വറിലുള്ള നൈസറിലേക്കും അതുപോലെ UMDAE സെന്റർ ഫോർ എക്സലൻസ് ഇൻ ബേസിക് സയൻസ്, അതായത് CEBS മുംബൈയിലേക്കും അഡ്മിഷൻ എടുക്കാം. ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസും 2007 ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റോമിക് എനർജി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് നിലവിൽ വരുന്നത്. റിയൽ വേൾഡ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന നെക്സ്റ്റ് ജനറേഷൻ ഓഫ് സയന്റിസ്റ്റുകളെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നൈസർ സ്ഥാപിക്കപ്പെടുന്നത്. ഇനി നമുക്ക് നൈസറിലുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമായ ഇന്റഗ്രേറ്റഡ് MSc പ്രോഗ്രാമിനെ കുറിച്ച് നോക്കാം. ഇതൊരു 5 വർഷം ഡ്യൂറേഷൻ ഉള്ള കോഴ്സാണ്. ബയോളജി, കെമിസ്ട്രി, മാത്സ്, ഫിസിക്സ് ഈ 4 ബേസിക് സയൻസ് സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ നമുക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ലഭിക്കുന്നതാണ്. ഈ പറഞ്ഞ ബേസിക് സബ്ജക്റ്റുകളിൽ നിന്ന് ഒരു മേജർ സബ്ജക്റ്റ് നമ്മൾ തിരഞ്ഞെടുക്കണം. അതുപോലെ തന്നെ അതിന്റെ കൂടെ ഒരു മൈനർ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാം. മൈനർ സബ്ജക്റ്റ് ആയി ഈ 4 ബേസിക് സയൻസ് സബ്ജക്റ്റുകളിൽ നിന്നൊന്നോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസോ സോഷ്യൽ സയൻസോ കമ്പ്യൂട്ടർ സയൻസോ മൈനർ സബ്ജക്റ്റ് ആയി തിരഞ്ഞെടുക്കാവുന്നതാണ്. ഈ പ്രോഗ്രാം ഇങ്ങനെ ഡിസൈൻ ചെയ്യപ്പെട്ടത് അഡ്വാൻസ്ഡ് റിസർച്ചിന് വേണ്ടി കുട്ടികളെ ഒരു ഇന്റർ ഡിസിപ്ലിനറി എക്സ്പോഷറോട് കൂടെ പ്രിപ്പയർ ചെയ്യിക്കാൻ വേണ്ടിയാണ്. ഈ പ്രോഗ്രാമിലെ ആദ്യത്തെ ഒരു വർഷം അഡ്മിഷൻ എടുക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും കോമൺ ആണ്. രണ്ടാമത്തെ വർഷം മെറിറ്റ് ബേസ് ചെയ്തായിരിക്കും മേജർ സബ്ജക്ട് അലോക്കേറ്റ് ചെയ്യുക. ഇനി എന്തിനു വേണ്ടിയാണ് ഒരു കുട്ടി നൈസർ ചൂസ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം എടുത്തു പറയേണ്ടത് നൈസറിൽ കൊടുക്കുന്ന സ്കോളർഷിപ്പാണ്. ഒരു വർഷം 60,000 രൂപ സ്കോളർഷിപ്പ് നൈസറിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ലഭിക്കും. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റോമിക് എനർജിയുടെ കീഴിലുള്ള ദിശ പ്രോഗ്രാം വഴിയാണ് ഇത് ലഭിക്കുന്നത്. ഇതിനു പുറമെ ഒരു വർഷം 20,000 രൂപ സമ്മർ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന കുട്ടികൾക്ക് ഗ്രാൻഡ് ആയി ലഭിക്കും. അടുത്ത എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നൈസറിന് ശേഷമുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ്. നൈസറിലെ ഗ്രാജുവേഷന് ശേഷം ലോകത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ PhD ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും. മാത്രമല്ല, നൈസറിൽ നിന്നും പഠിച്ചിറങ്ങുന്ന ടോപ്പ് പെർഫോമിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ ബാർക്കിലേക്ക് നേരിട്ട് ഇന്റർവ്യൂ വഴി പ്രവേശിക്കാവുന്നതുമാണ്. ഇനി നിങ്ങളെ പോലെ സയൻസിൽ പാഷനേറ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് കിട്ടാവുന്നതിലെ ഏറ്റവും മികച്ച കരിക്കുലം, ഇൻഫ്രാസ്ട്രക്ചർ, ഫാക്കൽറ്റീസ് ആയിരിക്കും നൈസറിൽ ഉണ്ടാവുക. നമ്മൾ ഈ കോഴ്സ് പഠിച്ചിറങ്ങുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഡിഗ്രി അവാർഡ് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റോമിക് എനർജിയുടെ കീഴിലുള്ള സ്ഥാപനമായ ഹോമി ബാബ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പോൾ ആ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റിന് ഭയങ്കര മൂല്യമുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെസ്റ്റ് എക്സാമിന്റെ ഫോർമാറ്റും മറ്റ് ഡീറ്റെയിൽസുമാണ്. നെസ്റ്റ് എക്സാം കംപ്ലീറ്റ്ലി ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എന്നീ സബ്ജക്റ്റുകളിൽ നിന്നാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. ഓരോ സബ്ജക്റ്റിൽ നിന്നും 20 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഒരു ചോദ്യത്തിന് ശരി ഉത്തരത്തിന് 3 മാർക്കാണ്, തെറ്റുത്തരത്തിന് -1 മാർക്ക്. അങ്ങനെയാണ് മാർക്കിംഗ് സ്കീം വരുന്നത്. ഈ പരീക്ഷയിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം കാണാൻ പറ്റുന്നത് 4 സബ്ജക്റ്റുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ എഴുതിയാലും നമ്മൾക്ക് ഏറ്റവും നന്നായി സ്കോർ ചെയ്യാൻ സാധിച്ച ബെസ്റ്റ് 3 സബ്ജക്ട്സ് ആണ് വാല്യുവേഷന് വേണ്ടി പരിഗണിക്കുന്നത്. അപ്പോൾ ആകെ 180 മാർക്കിലാണ് പരീക്ഷ. അത് തീർച്ചയായിട്ടും നീറ്റിന് വേണ്ടി മാത്രം റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾക്കും അതുപോലെ JEEക്ക് വേണ്ടി മാത്രം റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾക്കും വലിയൊരു അവസരമാണ്. ഇനി എക്സാം സിലബസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് +1 +2 NCERT ആണ് കരിക്കുലം. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നിങ്ങൾക്ക് ആവശ്യമാണ് എങ്കിൽ സിലബസിന്റെ PDF ഞാൻ നമ്മളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഐസറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളും ഇപ്പോൾ ഐസറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളും അടങ്ങുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മളുടെ ടെലിഗ്രാം ഗ്രൂപ്പ്. നിങ്ങൾക്കും ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഡേറ്റുകളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ആപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആവുന്നത് ഫെബ്രുവരി 17-ാം തീയതിയാണ്. മെയ് 9 വരെ അപ്ലൈ ചെയ്യാനുള്ള പോർട്ടൽ ഓപ്പൺ ആയിരിക്കും. മെയ് 10 മുതൽ 14 വരെ എന്തെങ്കിലും കറക്ഷൻ ഉണ്ട് എങ്കിൽ കറക്ഷന് വേണ്ടിയുള്ള വിൻഡോയും ഓപ്പൺ ആയിരിക്കും.
ഒഫീഷ്യൽ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ ഓപ്പൺ ആവുന്നത് 16-ാം തീയതിയാണ്. ജൂൺ 2-ാം തീയതി നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം. ജൂൺ 22-ാം തീയതി ആയിരിക്കും എക്സാം. ഇന്ത്യയിലെ 120-ലധികം സെന്ററുകളിലാണ് ഈ വർഷം എക്സാം നടക്കുന്നത്. കേരളത്തിൽ 13 സെന്ററുകളാണുള്ളത്. വയനാട് അല്ലാതെ ഏകദേശം എല്ലാ ജില്ലകളിലും ഓരോ സെന്റർ വീതമുണ്ട്. റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന തീയതിയും സ്കോർ കാർഡ് ഡൗൺലോഡ് ചെയ്യുന്ന തീയതിയും ഒക്കെ അനൗൺസ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ട് അപ്ഡേറ്റ് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് എക്സാം എഴുതാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയയെ കുറിച്ചും സീറ്റുകളുടെ എണ്ണവും നോക്കാം. ഐസറിന് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കോച്ചിങ് പ്രോഗ്രാം ഞങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾ അതൊന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. 2025 നെക്സ്റ്റ് എക്സാം അപ്ലൈ ചെയ്യുന്ന കുട്ടികൾക്ക് 2 എലിജിബിലിറ്റി ക്രൈറ്റീരിയയാണ് മീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഒന്ന്, നിങ്ങൾ 2023-ലോ 24-ലോ അല്ലെങ്കിൽ 25-ലോ +2 കഴിയുന്ന കുട്ടികളായിരിക്കണം. അതായത് ഒരു കുട്ടിക്ക് +2 കഴിഞ്ഞ് നേരിട്ടോ ഒരു വർഷം റിപ്പീറ്റ് ചെയ്തോ അതും അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തോ 2025-ലെ നെക്സ്റ്റ് എക്സാം എഴുതാവുന്നതാണ്. +2 ബോർഡ് എക്സാമിന് 60% മാർക്ക് ഉണ്ടായിരിക്കണം എന്നതാണ് രണ്ടാമത്തെ ക്രൈറ്റീരിയ. റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്ക് 55% മാർക്കെങ്കിലും ഉണ്ടാവണം. ഈ പരീക്ഷ എഴുതാൻ നിങ്ങൾക്ക് പ്രായപരിധി ഒന്നുമില്ല. 2025-ല് 200 സീറ്റുകളാണ് നൈസറിൽ ഉണ്ടാവുക. ഗവൺമെന്റ് നോംസ് പ്രകാരമുള്ള റിസർവേഷൻ പോളിസി നൈസർ അഡ്മിഷനും ബാധകമാണ്. ഇനി എങ്ങനെയാണ് ആപ്ലിക്കേഷൻ പ്രോസസ് എന്നും എത്ര രൂപയാണ് ഫീസ് എന്നും നമുക്ക് നോക്കാം. www.nestexam.in എന്ന വെബ്സൈറ്റിലൂടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫെബ്രുവരി 17 മുതൽ മെയ് 9 വരെ ഈ വെബ്സൈറ്റിൽ കയറി ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 1400 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അതുപോലെ റിസർവേഷൻ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്കും 700 രൂപയാണ്. സോ അവസാന സമയം വരെ കാത്തിരിക്കാതെ അപ്ഡേറ്റുകളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് തുടക്കത്തിൽ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ഒരു ഐസർ ആസ്പിരന്റ് ആണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ നെക്സ്റ്റ് എക്സാം എഴുതണം എന്ന് ഞാൻ പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു സയന്റിസ്റ്റ് ആവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. സയൻസ് എഡ്യൂക്കേഷന് വേണ്ടിയും റിസർച്ചിന് വേണ്ടിയും ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച 3 കോളേജുകളാണ് ഐസറും നൈസറും അതുപോലെ IISc ബാംഗ്ലൂരും. അപ്പോൾ ഇതുപോലെയുള്ള പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ എക്സാം മിസ്സാക്കരുത്. ഓൾറെഡി ഐസറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിക്ക് പഠിക്കുന്ന സിലബസിൽ ഒരുപാട് സിലബസ് ഓവർലാപ്പ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ വരുന്ന പോലത്തെ കോൺസെപ്ച്വലി റിച്ച് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നെക്സ്റ്റ് എക്സാമിലും വരുന്നത്. ഐസറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നെക്സ്റ്റ് എക്സാമും ക്ലിയർ ആവാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഐസറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ തീർച്ചയായിട്ടും നെക്സ്റ്റ് എക്സാമിനും കൂടെയുള്ള പ്രിപ്പറേഷൻ അതിന്റെ ഭാഗമായിട്ട് തന്നെ നടത്തണം എന്നാണ്. നെക്സ്റ്റ് എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം, ഒഫീഷ്യൽ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ ചെയ്തു നോക്കാം. അങ്ങനെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സ്ഥാപനങ്ങളിലൊന്നായ നൈസർ ഭുവനേശ്വറിൽ സ്കോളർഷിപ്പോട് കൂടി നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. നൈസറും ഐസറുകളും സയൻസിലെ ഓപ്പർച്യൂണിറ്റീസിലേക്കുള്ള ഒരു ലോകമാണ് നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ജേണിയിലെ ഒരു ഭാഗമായിരിക്കണം നെക്സ്റ്റ് എക്സാം. സോ സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ ടുഡേ. എയിം ഹൈ. ലെറ്റ്സ് മേക്ക് യുവർ ഡ്രീം എ റിയാലിറ്റി. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. സയൻസിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഐസറിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാനും ഇതുപോലെയുള്ള അപ്ഡേറ്റ്സ് അറിയാനും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്താണ് ഐസറും നൈസറും തമ്മിലുള്ള വ്യത്യാസം എന്നതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.